കവറിന് 26 ഇഞ്ച് നീളവും 16 ഇഞ്ച് വീതിയും കിട്ടണം. 26 ഇഞ്ച് നീളം കിട്ടണം, 16 ഇഞ്ച് വീതിയും കിട്ടണം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 26 അടയാളപ്പെടുത്തുന്നത്. അതുപോലെ 16 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 16 ഇഞ്ച് അടയാളപ്പെടുത്തി. 16ൻ്റെ കൂട്ടത്തിൽ രണ്ട് വശത്തെയും തയ്യെടുത്തും പഠിക്കാനായിട്ട് 2 ഇഞ്ച് 1 ഇഞ്ച് കൂട്ടിയിടുക. അപ്പോൾ 17 ഇഞ്ച്. 16 ഇഞ്ച് വീതി, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യെടുത്തും കൂടെ കൂട്ടി 17 ഇഞ്ച് ഇട്ടു. ഇവിടെ അതുപോലെ തന്നെ 17 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇപ്പോൾ 26 ഇഞ്ച് നീളമാണ് ഇതിന് വേണ്ടത്. ഇത് ഞാൻ 2 എണ്ണം ഒന്നിച്ചിട്ടാണ് വിടുന്നത്. ഇത് സാരിയുടെ തുണിയാണ്, സാരി തുണി. പഴയ സാരി കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ആ തുണി ഇത് ഇതുപോലെ 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ആ തുണി ഇത് 2 എണ്ണം ഒന്നിച്ച് ഇതിലിട്ട് വെട്ടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇത് ഇങ്ങനെ 26ഉം അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഇവിടെ ഒരു 26 കൂടെ നമ്മൾ അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം ഇത് സ്പെഷ്യലായിട്ട് അകത്തേക്ക് മടക്കിയിട്ടാണ് തയ്ക്കുന്നത്. അതുകൊണ്ട് ഒരു 10 ഇതിന് മടക്കി അടിക്കാനുള്ളതും കൂടി ഒരു 11 ഇഞ്ച് സെപ്പറേറ്റ് കൂട്ടി തരും. ഇവിടെ 16ൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചും കൂടെ കൂട്ടി ഇവിടെ ആ വീതി കറക്റ്റ് 17 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. ഇവിടുത്തെ 11 ഇഞ്ചും 2 26ഉം രണ്ട് കളത്തെ 26ഉം അവിടുത്തെ 15ഉം അപ്പുറത്തെ സൈഡിൽ അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കും. ഇവിടുത്തെ 26, പിന്നെ 26. 2 തുണി ഒന്നിച്ച് 2 തലവണ കവർ ഒന്നിച്ചാണ് വിടുന്നത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി 15 ഇഞ്ച് എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കണം. നേരെ വെട്ടിയെടുക്കാൻ അറിയാവുന്നവർ വരയ്ക്കണമെന്നില്ല, നേരെ വെട്ടിയെടുത്താൽ മതി. അങ്ങനെ ആ കഷ്ണം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അടിക്കുന്ന ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതുപോലെ വെച്ച് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം. അപ്പുറത്തെ സൈഡും അപ്പുറത്തെ നീളം കുറഞ്ഞ ഈ വശവും ഇതുണ്ട്. ഈ വശവും നമ്മൾ 16 ഇഞ്ച് വീതിയുള്ള 17 ഇഞ്ച് വീതിക്ക് വെട്ടിയെടുത്ത ഈ വശമാണ്. 2 വശവും ഇങ്ങനെ മടക്കി അടിക്കുന്നു. അതിന് ശേഷം ഇതിങ്ങനെ എടുത്തിട്ട്, അതായത് ഇതിൻ്റെ ഇങ്ങനെ നീളം കൂടി 26 ഇഞ്ച് നീളം എടുത്ത ആ വശം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് 26 ഇഞ്ച് നമുക്ക് നീളം കിട്ടണം. അവിടെ കറക്റ്റ് ഇങ്ങനെ തന്നെ വെച്ച് ഇവിടെ മടക്കി ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ മടക്കി പിടിക്കുമ്പോൾ ഇതുണ്ട്, ഇതിൻ്റെ അടിപ്പ് ഈ മടക്കി അടിച്ചിരിക്കുന്ന ഈ അടിപ്പ് വെളി വരുന്ന രീതിയിലാണ് നമ്മളത് വെക്കുന്നത്. അതായത് ഇത് ഇങ്ങനെ വെച്ച് വരുന്നു. ഒട്ടും തയ്ക്കാൻ അറിയാത്തവർക്കും ഒക്കെയാണ് ഇത് പറഞ്ഞു തരുന്നത്. പല രീതിയിൽ തലവണക്കോട് അടിക്കാം. ഒരു രീതി മാത്രമാണ്. കണ്ടോ, 26 ഇഞ്ച് 2 വശവും നമ്മളിതുപോലെ അടിച്ചു കൊടുക്കുക. കണ്ടോ, 26 ഇഞ്ച്. ഇത് പറഞ്ഞ് മനസ്സിലായല്ലോ. ഇതിങ്ങനെ വെളിയിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. അകത്തോട്ട് മടക്കിയോടെ ഇവിടെ പുറത്താക്ക് വരുന്ന രീതിയിലാണ് വെച്ച് കൊടുത്ത് അടിക്കുന്നത്. ഇവിടെ ഇങ്ങനെ നമ്മളന്ന് അടിച്ച് നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചെന്നാൽ ഈ ബാലൻസ് ഇങ്ങോട്ട് കിടക്കുന്ന ഈ 10 ഇഞ്ച് തുണി ഇത് നമ്മളിത് അങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഒന്നുകൂടി ഇങ്ങനെ അങ്ങോട്ട് അടിക്കാം. ഇവിടെ പിറ്റിട്ട് കൊടുത്ത് നിർത്തുന്നു. അപ്പുറത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുകയാണ്. ഇവിടുന്ന് ഇതുണ്ട്, ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇവിടുന്ന് കറക്റ്റ് 26 ഇഞ്ച് നീളം വരുന്നിടത്ത് ഇത് ഇങ്ങനെ അങ്ങോട്ട് മടക്കി പിടിച്ചിട്ട് ഈ 2 പീസും കൂടെ
ഇതുപോലെ ഇതിന് വെച്ച് കൊടുത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ആ തയ്യൽ തുമ്പ് കണക്കിന് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് അടയ്ക്കും. അതുപോലെ ഇതാ ഇവിടെ വന്നു, ഇതുണ്ടോ ഇവിടെ വന്നു ഞാൻ തിരിച്ച് വെച്ചതുകൊണ്ട് പിന്നെ ഈ കഷ്ണം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇതുണ്ടോ ഇത് ഈ ഭാഗമാണ് അടി വന്നിരിക്കുന്നത്. മുമ്പേ തിരിച്ച് വെച്ചപ്പോൾ ആ ഭാഗം മുകളിലായിരുന്നു വന്ന്. ഇതിപ്പോൾ നമ്മുടെ കൈപ്പാങ്ങിൻ്റെ അനുസരിച്ച് അടി വന്നു. എന്നിട്ട് നമ്മളിതവിടെ അടിച്ച് നിർത്തിയിട്ട് ഇവിടുന്ന് ഈ ബാലൻസ് കിടക്കുന്ന തുണി ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് തിരിച്ച് വെച്ച് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. ഇതുപോലെ വെച്ചിട്ട് നൂല് ഊരി പോയി സൂചി നൂല് കോർത്ത് എന്നിട്ട് ഇവിടുന്ന് തന്നെ തിരിച്ച് ഇത് നമ്മൾ തിരിച്ച് ഇപ്പുറത്തോട്ട് ഈ കഷ്ണം ഈ 10 ഇഞ്ച് ബാലൻസ് ഇട്ട കഷ്ണം ഇതുപോലെ ഇതുണ്ടോ ഇത് തിരിച്ച് ഇതുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ കിടക്കുന്നത്. അത് മൂടി ഇങ്ങോട്ട് വെക്കുന്ന പോലെ ഇങ്ങനെ തന്നെ വെച്ച് നമ്മൾ അടിക്കുന്നു. ഇവിടെ അടിക്കുന്നു. തലവണക്കവറൊക്കെ എടുക്കുമ്പോൾ 2 അടിച്ച് വെച്ച് അടിച്ചെടുക്കണം. ഇത് ഒറ്റ അടിച്ച് അടിച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഇനി നമ്മൾ ഇതുണ്ടോ ഇങ്ങനെ ഒരു പീസൊക്കെ ഒന്ന് നമ്മൾ മടക്കി അങ്ങോട്ട് തിരിച്ചിട്ടു. മടക്കിയിട്ട് കഴിയുമ്പോൾ അതായത് ഇതുപോലെ കിട്ടും. അതായത് ഇങ്ങനെ ഇതുണ്ട് ഒരു പീസ് ഇങ്ങനെ വരുന്നത് കണ്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് തലവണ അങ്ങോട്ട് കയറ്റിയിട്ടാൽ ഇതിനകത്തേക്ക് തലവണ കയറ്റിയിട്ട് വെച്ചിട്ട് ഈ പീസ് വലിച്ച് പുറത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഭംഗിയായിട്ട് കിടക്കും. അങ്ങനെ നമ്മൾ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലാകാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഇതൊരു തുണിക്കവറാണ് കേട്ടോ. ഇത് തലവണയൊന്നും അല്ല. ഇതുണ്ടോ ഇതൊരു തുണിക്കവറാണ്, തുണി ഇരിക്കുന്നതാണ്. അത് കയറ്റിയിടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ കവറിനകത്തേക്ക് ഭയങ്കര വലിച്ച് കയറ്റിയിടാം. വലിച്ച് കയറ്റിയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇട്ടു. എന്നിട്ട് ഇതാ അടിയിലോട്ട് മടങ്ങി കിടക്കുന്ന ഈ പീസ് ഉണ്ടല്ലോ, ഇത് നമ്മളിത് ഇങ്ങനെ പുറത്ത് ഇതുപോലെ അങ്ങോട്ട് ഇടണം. ഇത് തലവണയല്ല, ഇതിൻ്റെ ഒപ്പര തയ്ച്ചതുമല്ല. ഇത് അതായത് തലവണ വന്നു കഴിയുമ്പോൾ തലവണ ഇത് ഇങ്ങനെ കിടക്കും. ഈ മോഡലിൽ തലവണ തയ്ച്ചാൽ ഇത് മൂടി കിടക്കും. ഞാൻ തലവണയല്ല സെപ്പറേറ്റ് ടീമായിട്ട് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ.